മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഗോപിയുമെല്ലാം മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്ന സമയത്ത് ഒരു പുതുമുഖ നായകനെ ഇന്നത്തെ പോലെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ പ്രേക്ഷകർ വിമുഖത കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ സിനിമാ മോഹവുമായി നന്ദനം എന്ന രഞ്ജിത്ത് സിനിമയിൽ അഭിനയ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയും ഒട്ടേറെ പരിഹാസങ്ങളും അവഗണനകളും നേരിട്ടെങ്കിലും അതിലൊന്നും തളരാതെ തനിക്കും ഒരു സമയമുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് തന്റെ കഠിന പ്രയത്നത്തിലൂടെ ഇന്ന് മലയാള സിനിമയിൽ മുൻനിര നായകനും ഒട്ടേറെ ബ്ലോക്ക് ബസ്റ്റർ മൂവികളുടെ സംവിധായകനും നിർമ്മാതാവും എല്ലാമായി മാറിയ നമ്മുടെ എല്ലാം സ്വന്തം പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ചാവട്ടെ ഇന്നത്തെ വീഡിയോ. 70കളുടെ മധ്യത്തിൽ മലയാള സിനിമയിലെ പൗരുഷത്തിന്റെ ശബ്ദമായിരുന്ന നടൻ സുകുമാരന്റെയും നടി മല്ലികയുടെയും രണ്ടാമത്തെ മകനായി 1982 ഒക്ടോബർ 16 പൃഥ്വിരാജ് ജനിച്ചത്. സഹോദരൻ ഇന്ദ്രജിത്തും മലയാളത്തിലെ അറിയപ്പെടുന്നൊരു നടനാണ്. തുടക്കത്തിൽ ചെന്നൈയിലും പിന്നീട് തിരുവനന്തപുരം സൈനിക് സ്കൂളിലും ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലുമൊക്കെയായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പൃഥ്വിരാജ് പിന്നീട് ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഡിഗ്രിക്ക് ചേർന്നുവെങ്കിലും സിനിമാ മോഹം കാരണം പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. 2002 രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിലൂടെയാണ് പൃഥ്വിരാജ് തന്റെ ആക്ടിംഗ് കരിയർ ആരംഭിക്കുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ചിത്രം റിലീസായത് അതിനുശേഷം അദ്ദേഹം തന്നെ അഭിനയിച്ച നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, സ്റ്റോപ്പ് വയലൻസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷമായിരുന്നു. പിന്നീട് വെള്ളിത്തിര, സ്വപ്നക്കൂട്, അനന്തഭദ്രം എന്നിങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളിൽ നായകനായും സഹനടനായുമെല്ലാം അഭിനയിച്ചെങ്കിലും 2006 ലാൽ ജോസിന്റെ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രം ഹിറ്റായതോടെ അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധേയനായി തുടങ്ങി. അതേ വർഷം ഇറങ്ങിയ വാസ്തവത്തിലെ ക്യാരക്ടറിന് തന്റെ ആദ്യത്തെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു. പിന്നീട് ഇറങ്ങിയ പുതിയ മുഖം എന്ന ചിത്രത്തിലൂടെയാണ് പൃഥ്വിരാജ് ശരിക്കും ഒരു നായകൻ എന്ന നിലയിൽ ഇൻഡസ്ട്രിയിൽ നല്ലൊരു സ്ഥാനം ഉറപ്പിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്താൻ തുടങ്ങി. താന്തോന്നി, പോക്കിരി രാജ, അൻവർ, ഉറുമി, ഇന്ത്യൻ റുപ്പി എന്നിങ്ങനെ ഒത്തിരി ചിത്രങ്ങൾ. കൂടാതെ അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിനും സെല്ലുലോയിഡ് എന്ന ചിത്രത്തിനും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹം വീണ്ടും കരസ്ഥമാക്കിയിരുന്നു. പിന്നീട് ഇറങ്ങിയ മുംബൈ പോലീസ്, മെമ്മറീസ്, സെവൻത് ഡേ എന്നീ ത്രില്ലർ മൂവികളും എന്ന് നിന്റെ മൊയ്തീൻ, അമർ അക്ബർ അന്തോണി, അനാർക്കലി, ആദം ജോൺ, ലൂസിഫർ എന്നിങ്ങനെ സാമ്പത്തിക വിജയം നേടിയ ചിത്രങ്ങളും അദ്ദേഹം ചെയ്യുകയുണ്ടായി. കൂടാതെ അയ്യപ്പനും കോശിയും, ജനഗണമന, കടുവ, കാപ്പ, ആടുജീവിതം, എമ്പുരാൻ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലും നായകനായും സംവിധായകനായും പ്രൊഡ്യൂസറായും എല്ലാ മേഖലകളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. ആടുജീവിതം എക്കാലത്തെയും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ 5ാം സ്ഥാനവും 2024 2ാം സ്ഥാനവും നേടിയതിനു പുറമെ പൃഥ്വിരാജിന് ഒരിക്കൽ കൂടി മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ഈ ചിത്രത്തിലൂടെ നേടുകയും ചെയ്തിരുന്നു. മലയാളത്തിന് പുറമെ തമിഴിൽ കനാക്കണ്ടൻ, രാവണൻ, പാരിജാതം, മൊഴി, അതുപോലെ തെലുങ്കിൽ പോലീസ് സലാർ, ഹിന്ദിയിൽ അയ്യ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ അന്യഭാഷകളിലും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അയാളും ഞാനും തമ്മിൽ, വാസ്തവം, സെല്ലുലോയിഡ്, ആടുജീവിതം എന്നീ ചിത്രങ്ങൾക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും, പുതിയ മുഖത്തിനും ലൂസിഫറിനും ഏഷ്യാനെറ്റ് ഫിലിം അവാർഡും, കാവ്യ തലേവനിലൂടെ മികച്ച വില്ലനുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും, അയ്യപ്പനും കോശിയും, ലൂസിഫർ എന്നീ ചിത്രങ്ങൾക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡും, കൂടാതെ സെല്ലുലോയിഡ്, പാവാട എന്ന നിന്റെ മൊയ്തീൻ, അയാളും ഞാനും തമ്മിൽ, ഇന്ത്യൻ റുപ്പീസ്, അൻവർ, രാവണൻ എന്നീ ചിത്രങ്ങൾക്ക് ഫിലിം ഫെയർ അവാർഡുകളും, കൂടാതെ ഏഷ്യാനെറ്റ് ഏഷ്യ വിഷൻ അവാർഡ്, വനിതാ ഫിലിം അവാർഡ്, സി സിനിമ അവാർഡ് എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. 2011 BBC റിപ്പോർട്ടർ സുപ്രിയ മേനോനുമായുള്ള വിവാഹം നടക്കുന്നത്. ഇവർക്ക് ഒരു മകളുമുണ്ട്. അഭിനയ മോഹത്താൽ സിനിമയിലേക്കെത്തി ചെറിയ വേഷങ്ങളിൽ തുടങ്ങി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ക്ഷമയോടെ കാത്തിരുന്ന് മലയാളത്തിലും മറ്റിതര ഭാഷകളിലുമെല്ലാം തന്റെ കഴിവ് തെളിയിച്ച് ഇന്ന് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനും നിർമ്മാതാവും KGF, സലാർ പോലുള്ള വമ്പൻ സിനിമകളുടെ വിതരണക്കാരൻ കൂടിയായി എത്തി നിൽക്കുന്നു ആ യാത്ര. മെമ്മറീസ്, സെവൻത് ഡേ, അയ്യപ്പനും കോശിയും പോലെയുള്ള നല്ല നല്ല ചിത്രങ്ങൾ ഇനിയും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. മറ്റൊരു താരത്തിന്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.